Firstly, I welcome all of you to this webinar today. At Juzon Consultants, we have been working in the field of education since 16 years. 4 രാജ്യങ്ങളിലായിട്ട് ഞങ്ങളുടെ ഓഫീസസ് വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രം നമുക്ക് 9ഓളം ഓഫീസുകളുണ്ട്. ഇതുവരെയായിട്ട് അറൌണ്ട് ഒരു 10,000+ സ്റ്റുഡൻസ് അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു വെബിനാർ ആക്ച്വലി ഞങ്ങൾ ഫ്രീക്വൻ്റ്ലി ചെയ്യുന്നതാണ്. ഈ ഒരു കോവിഡിന്റെ സിറ്റുവേഷൻ ആയത് കാരണം കൊണ്ട് ഫിസിക്കൽ ക്ലാസ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഓൺലൈൻ വെബിനാർസ് ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും പല ഡിഫറെന്റ് സബ്ജക്ട്സുകളായിട്ടും ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് അതോറിറ്റീസ് ആയിട്ടും ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് any assistance you need for your admissions or selection of university or for selection of courses, എന്ത് അസിസ്റ്റൻസ് ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസുമായിട്ട് സമീപിക്കാം. ഞങ്ങളുടെ ഓഫീസിന്റെ നമ്പറും ഇമെയിൽ ഐഡിയും ഐ വിൽ ഗിവ് യു ഇൻ ദ ചാറ്റ് ലിസ്റ്റ് സോ യു ക്യാൻ ചെക്ക്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ ഓരോരോ പുതിയ ഇൻഫർമേഷൻസ് ഈവൻ ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ഡോക്യുമെന്റേഷനും ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസിന്റെ കാര്യങ്ങളും പ്രോഗ്രാമിനെ കുറിച്ചിട്ടും ഞങ്ങൾ വീഡിയോസ് ചെയ്യാറുണ്ട്. അത് ഞങ്ങളുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുമാണ് അപ്ലോഡ് ചെയ്യാറ്. ഞാൻ അതിനെ കുറിച്ചിട്ടും അതിന്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ചാറ്റ് ലിസ്റ്റിൽ ഇടാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. സോ ടുഡേസ് വെബിനാർ ഈസ് അബൌട്ട് പാരാമെഡിക്കൽ കോഴ്സസ്. അതിന്റെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഡിഫറെന്റ് കോഴ്സസ്, പിന്നെ എങ്ങനെയാണ് കോഴ്സ് സെലക്ട് ചെയ്യുന്നത്, എന്താണ് ഓരോ കോഴ്സിന്റെയും നേച്ചർ എന്നുള്ളതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കും. നമ്മളുടെ സ്പീക്കർ മിസ്റ്റർ ജെറീഷ് സാർ, he's been working in this field since 14 years. He has an experience of 14 years. He works as education advisor and a career coach. HR trainer ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ trainer ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. And he's been faculty for many colleges for the same. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ അജണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ജെറീഷ് സാർ നിങ്ങൾ ക്ലാസ് എടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങളിപ്പം മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ അടിയിൽ ഉണ്ടാവും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പരമാവധി എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ നമ്മളുടെ സമയപരിധി വെച്ചിട്ട് എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ ജെറീഷ് സർ ടു ടേക്ക് ഹിസ് ക്ലാസ്. Can you hear me, Jerish sir? Okay. You can start. Okay. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ പ്ലസ് ടുവിന്റെ റിസൾട്ട് വരാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വിത്തിൻ 2 days നമ്മൾ 10ാം തീയതിയോടുകൂടി നമ്മുടെ റിസൾട്ട് വരും. വന്നു കഴിഞ്ഞാൽ നമ്മളെ മലയാളികളുടെ ഒരു ശരാശരി കരിയർ പ്ലാനിങ് ഉണ്ട്. നമ്മളെപ്പോഴും ഈ പ്രൊഫഷണൽ കോഴ്സിനോട് വലിയ തോതിലുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിലുള്ള പ്രൊഫഷണൽ കോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട പല സംശയങ്ങളും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ തന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സസ്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് ധാരാളം പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കാനായിട്ട് വലിയ താല്പര്യം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകൾ പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്ട് പഠിച്ചത് കൊണ്ടോ ഒക്കെ നമുക്ക് ഈ പാരാമെഡിക്കൽ സ്ട്രീമിലേക്ക് ചില വ്യത്യസ്തമായിട്ടുള്ള സ്ട്രീമുകളിലേക്കൊക്കെ വരാനായിട്ട് കഴിയും. അപ്പൊ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. പാരാമെഡിക്കൽ കോഴ്സസിന്റെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസിന്റെ ഉപരിപഠന സാധ്യതകളും അതിന്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയും അതിന്റെ ഒരു വയബിലിറ്റി ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിലായാലും വിദേശത്തായാലും വലിയ തോതിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സാണ് പാരാമെഡിക്കൽ കോഴ്സസ്. ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ക്ലിനിക്കുകളിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ മേഖലയിൽ സംരംഭം തുടങ്ങിയോ ഒക്കെ പ്രവർത്തിക്കാൻ കഴിയും. പഠിക്കാനും ഈ മേഖലയിൽ ജോലി ചെയ്യാനും നിരവധി അവസരങ്ങൾ ഈ കോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഉണ്ട്. നേരത്തെ നമ്മൾ മെഡിക്കൽ കോഴ്സുകൾ എന്നൊക്കെ പറയുന്നതാണ് ശരിക്കും ഈ MBBS, BDS, BHMS, BVS ഇൻ ആനിമൽ ഹസ്ബൻഡറി, ഇതാണ് ഈ മെഡിക്കൽ കോഴ്സുകളുടെ ഗണത്തിൽ പൊതുവെ പറയാറുള്ളത്. നമ്മൾ ഈ പാരാമെഡിക്കൽ സ്ട്രീമിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കേട്ടുകേൾവിയുള്ള ധാരാളം കോഴ്സസ് ഉണ്ട്. നഴ്സിംഗ്, ഫാർമസി, മെഡിക്കൽ ലാബ് ടെക്നോളജി, ഫിസിയോതെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഒപ്റ്റോമെട്രി, ഇങ്ങനെയുള്ള ധാരാളം കോഴ്സുകൾ. ഇതല്ലാത്ത പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഏകദേശം 40-ലധികം പാരാമെഡിക്കൽ കോഴ്സസ് അവൈലബിൾ ആകുന്നുണ്ട്, 40+. അപ്പൊ അത്രയുണ്ട്. അപ്പൊ ഇനി ഈ കൊറോണയ്ക്ക് ശേഷം, ഈ COVID-19 ഔട്ട് ബ്രേക്കിന് ശേഷം വരാൻ പോകുന്ന സാധ്യതകൾ നമ്മൾ മുൻനിർത്തിയിട്ട് ഒരു പരിശോധന നടത്തിയാൽ
ഇനി ഏറ്റവും നന്നായിട്ട് എമർജ് ചെയ്യാൻ പോകുന്ന 5 മേഖലകളിൽ ഒന്ന് മെഡിക്കൽ ഫീൽഡ് ആയിരിക്കും. ആരോഗ്യ സംരക്ഷണം, ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിൽ ഡോക്ടേഴ്സ് മാത്രം പോരാ എന്നുള്ളതാണ്. അലൈഡ് സബ്ജക്റ്റുകൾ പഠിച്ച ആൾക്കാർ വരണം, അലൈഡ് സയൻസ് പഠിച്ച ആളുകൾ വരണം, അലൈഡ് ഹെൽത്ത് സയൻസ് പഠിച്ച ആൾക്കാർ വരണം. അപ്പൊ അതൊക്കെ പഠിച്ച ആളുകൾ വന്നിട്ട് എല്ലാ ടെക്നീഷ്യൻസും എല്ലാ പ്രൊഫഷണൽസും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു ചികിത്സാ സമ്പ്രദായത്തെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ഒരു ആരോഗ്യ സംരക്ഷണ മേഖലയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അവസരങ്ങളുണ്ട്. ഞാൻ പൊതുവെ എല്ലാ വെബിനാറുകളിലും ക്ലാസ്സുകളിലും ഒക്കെ പറയാറുള്ളത് പോലെ ലോകത്ത് നിരവധി കോഴ്സുകളുണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട്. 10ാം ക്ലാസ്സിനും +2 ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ ശേഷം പഠിക്കാവുന്ന കോഴ്സുകളെ മൊത്തത്തിൽ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്താൽ 3000-ലധികം കോഴ്സുകളാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. 3,000+ കോഴ്സസ്, 30,000-ലധികം പ്രൊഫഷൻസും ഉണ്ട്. അത് ഓരോ നാട്ടിലെയും ആളുകൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മലയാളികൾ, നമ്മൾ കേരളക്കാരാണ് കുറച്ചുകൂടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സുകൾ, മെഡിക്കൽ കോഴ്സുകൾ, ടെക്നിക്കൽ കോഴ്സുകളിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മൾ മലയാളികളാണ്. ഈ തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്ലാനിങ്, തൊട്ടടുത്ത കർണാടകയിലെ കുട്ടികളുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്ലാനിങ്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരേന്ത്യയിലെ കുട്ടികളുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്ലാനിങ്, ഇതൊക്കെ താരതമ്യേന നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ചുകൂടെ മലയാളികളുടെ ഹയർ എഡ്യൂക്കേഷൻ പ്ലാനിങ് ഇങ്ങനെയുള്ള മെഡിക്കൽ കോഴ്സുകളിലേക്ക് പോകുന്നതുകൊണ്ട് ആ മേഖലയിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ആ മേഖലയിൽ നല്ല രീതിയിലുള്ള ധാരണ ഉണ്ടാവുകയും ആ മേഖലയിൽ നല്ല ഉപരിപഠനം തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് നമ്മൾ പറയുകയാണ്. അപ്പൊ അതില് നേരത്തെ ഞാൻ പറഞ്ഞു വന്ന നഴ്സിംഗ് വളരെയധികം ജോലി സാധ്യതയുള്ള കോഴ്സാണ് നഴ്സിംഗ്. എല്ലാ കാലത്തും ജോലി സാധ്യതയുണ്ട്. അപ്പോൾ ഉപരിപഠനം നടത്തി പോകുന്ന MSc നഴ്സിംഗ് ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ഒക്കെ എഴുതി പാസ്സായി, അല്ലെങ്കിൽ IELTS ടെസ്റ്റ് ഒക്കെ എഴുതി പാസ്സായി, CGFNS ടെസ്റ്റ് ഒക്കെ പാസ്സായിട്ട് പോകുന്ന വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്ന നഴ്സസിന് വളരെ ഉയർന്ന തോതിലുള്ള തൊഴിലവസരങ്ങളുണ്ട്. നല്ല ഉയർന്ന തോതിലുള്ള സാലറി വരെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ലഘൂകരിച്ച് പറഞ്ഞാൽ ഉയർന്ന സാലറി കിട്ടുന്ന, പുറം രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് ഉയർന്ന സാലറി വാങ്ങിക്കുന്ന, ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന, നല്ല സാമ്പത്തിക സുസ്ഥിതി നേടിയെടുക്കുന്ന പ്രൊഫഷണൽസിൽ ഏറ്റവും മുൻപന്തിയിലാണ് നഴ്സുമാർ. BSc നഴ്സിംഗ് നല്ലതാണ്. നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങളിലെ നഴ്സിംഗ് കൗൺസിലോ ഒക്കെ അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള ഒരു അവസരം, അത് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. പിന്നെയുള്ളത് ഫാർമസിയാണ്. ഫാർമസിയിലെ കോഴ്സുകൾ നിലവിലുള്ളത് DPharm, BPharm, PharmD, അങ്ങനെ 3 ടൈപ്പ് കോഴ്സുകളാണ് നമ്മൾ ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ DPharmനായാലും BPharmനായാലും +2 തന്നെയാണ് അടിസ്ഥാന യോഗ്യത. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ഈ സബ്ജക്റ്റുകൾ പഠിച്ചാൽ, എന്ന് വെച്ചാൽ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലും നമുക്ക് ഫാർമസി കോഴ്സിന് അഡ്മിഷൻ കിട്ടും എന്ന് ചുരുക്കം. അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് ആ മേഖലയിൽ നമുക്ക് നല്ല ഉപരിപഠനം നേടിയെടുക്കാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. FarmD എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. FarmD 6 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ്. 4 വർഷത്തെ പഠനവും 2 വർഷത്തെ ഇന്റേൺഷിപ്പും ചേർത്ത്. സമയത്ത് നമ്മൾ ഈ COVID-19 ഔട്ട്ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ വിദേശ രാജ്യത്തെ കുറിച്ച് പറഞ്ഞാൽ ആളുകൾ ചിരിക്കും. പക്ഷേ ഇത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഈ സിറ്റുവേഷൻ നമ്മൾ കവർ ചെയ്യും. മുമ്പ് എവിടെയോ വായിച്ചു പോയതുപോലെ ഈ സമയവും കടന്നു പോകും എന്ന് പറയുന്നത് പോലെ ഈ കാലഘട്ടവും കടന്നു പോകും, ഈ സാഹചര്യം പോകും. അപ്പൊ ഒരു പുതിയ ഡെവലപ്മെന്റ് ഇക്കണോമിയിലായാലും ഹെൽത്ത് സയൻസ് മേഖലയിലായാലും എല്ലാ മേഖലയിലും നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈവൻ IT മേഖലയിൽ പോലും നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് FarmD പഠിച്ച ആളുകൾക്കൊക്കെ വിദേശത്ത് നല്ല ഉയർന്ന ജോലി കിട്ടാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ BPharm കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ BPharmന് ശേഷം നമുക്ക് M.Pharmൽ തന്നെ നല്ല സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു പഠനമാവാം. ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം, സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, സ്വന്തമായിട്ട് പിന്നെ മെഡിക്കൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കാം. ഈ മേഖലയിൽ റിസർച്ചിൽ സാധ്യതയുണ്ട്, ഈ മേഖലയിൽ ടീച്ചിങ്ങിൽ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നല്ല കോഴ്സാണ് ഫാർമസി. കുറച്ചുകൂടെ കെമിസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഉണ്ടാവുക. കെമിസ്ട്രിയോടൊക്കെ ഉള്ള ഒരു താല്പര്യം ഇവിടെ വളരെ നന്നായിട്ട് സ്വാധീനിക്കും. പിന്നെ ഉള്ളത് മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ്. പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞു വരുന്ന ട്രഡീഷണൽ കോഴ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ ലാബ് ടെക്നോളജി. മെഡിക്കൽ ലാബ് ടെക്നോളജി ലാബ് ടെസ്റ്റ് ഇല്ലാതെ നമുക്ക് രോഗങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സ് എല്ലാ കാലത്തും ആശ്രയിക്കുന്നത് ഇത്തരം ലാബ് ടെസ്റ്റുകളെയാണ്. അപ്പൊ ആ ലാബ് ടെസ്റ്റ് കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നതും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതും മെഡിക്കൽ ലാബ് ടെക്നോളജി പഠിച്ച പ്രൊഫഷണൽസ് ആണ്, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസ് ആണ്. ആ മേഖലയിൽ BSc മെഡിക്കൽ ലാബ് ടെക്നോളജി, അത് കഴിഞ്ഞ് വേണമെങ്കിൽ MSc മെഡിക്കൽ ലാബ് ടെക്നോളജി, അങ്ങനെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് അടിസ്ഥാന വിഷയങ്ങൾ +2 പഠിച്ചിരിക്കേണ്ടത്. അതിനുശേഷമാണ് അഡ്മിഷൻ. പിന്നെ ഈ കോഴ്സുകളുടെ ഒരു പ്രത്യേകത, നമ്മളിപ്പോ പാരാമെഡിക്കൽ കോഴ്സുകൾ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ ഇത്തരം കോഴ്സുകൾ പഠിക്കാനുള്ള കോളേജുകളുടെ എണ്ണത്തിൽ താരതമ്യേന വലിയ കുറവുണ്ട്.
10-ൽ താഴെ കോഴ്സുകൾ മാത്രമാണ് പാരാമെഡിക്കൽ കോഴ്സുകളായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നത്. അതേസമയം കേരളത്തിന് പുറത്ത് തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളിലൊക്കെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ വളരെയധികം കൂടുതലാണ്. അവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പിന്നെ അവിടുത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജസിലും ഒക്കെ ധാരാളം പാരാമെഡിക്കൽ കോഴ്സസ് അവൈലബിൾ ആണ് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പം വലിയ തോതിലുള്ള അവസരമുള്ള മെഡിക്കൽ ലാബ് ടെക്നോളജി, ഫിസിയോതെറാപ്പി, നഴ്സിംഗ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉപരിപഠനത്തിന് തിരഞ്ഞെടുക്കുന്നത് വലിയ തോതിൽ നമുക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെയുള്ളത് ഒപ്റ്റോമെട്രിയാണ്. ഈ കണ്ണ് ചികിത്സയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസ് ആണ് ഒപ്റ്റോമെട്രിസ്റ്റുകൾ. ഒപ്റ്റിക്കൽ ഡിവൈസസ് കൊടുക്കാം, ലെൻസ് കൊടുക്കാം, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കണ്ണ് പരിശോധന നടത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റുകളാണ്. താരതമ്യേന വിദേശത്തൊക്കെ വലിയ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഒപ്റ്റോമെട്രി പഠിച്ചിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, സംസാര ശ്രവണ വൈകല്യമുള്ള ആളുകളെ ചികിത്സിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഇതിന്റെ കൂടെ ഒരു സൈക്കോളജിയും കൂടെ പഠിച്ചിരുന്നാൽ, ഇത് BASLP എന്നാണ് കോഴ്സിന്റെ പേര്. ചില സ്ഥാപനങ്ങളിലൊക്കെ BSc സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്നും പറയുന്നുണ്ട്. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാം, വിദേശ രാജ്യങ്ങളിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാം, ഇവിടെ സ്പെഷ്യൽ സ്കൂളുകളിലും ഹോസ്പിറ്റൽസിലും ഒക്കെ ജോലി ചെയ്യാം. സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നോ ഓഡിയോളജിസ്റ്റ് എന്നോ പറഞ്ഞൊക്കെ നമുക്ക് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. വലിയ രീതിയിലുള്ള പ്രാക്ടീസ് ഉള്ള ഓഡിയോളജിസ്റ്റുകളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മേഖലയിൽ നല്ല തൊഴിലവസരം നമുക്ക് കാണാൻ കഴിയും. ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ വലിയ തോതിലുള്ള അവസരം നമ്മൾ എല്ലാ ഭാഗങ്ങളിലും, എസ്പെഷ്യലി സ്പോർട്സ് മേഖലയിൽ, ഹോസ്പിറ്റൽ മേഖലയിൽ, ഈ ആരോഗ്യ സംരക്ഷണ മേഖലയിലൊക്കെ കണ്ടുവരുന്നുണ്ട്. ഈ മേഖല നന്നായിട്ട് സ്ട്രോങ് ആയി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അലിയഡ് ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലെ ട്രഡീഷണൽ കോഴ്സസ് ആയാലും പുതിയ കാല കോഴ്സസ് ആയാലും വലിയ തോതിലുള്ള അവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഈ മേഖല വളരെ സ്ട്രോങ് ആണ്, ഈ മേഖലയിൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, ധൈര്യമായിട്ട് പഠിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു അന്വേഷണത്തിന്റെയോ ഈ ഒരു പഠനത്തിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഫിസിയോതെറാപ്പി, BPT എന്ന് പറയുന്ന കോഴ്സ്, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, ആളുകൾക്ക് സർജറി കാരണമായിട്ട് ശരീരത്തിന്റെ എന്താ പറയാ മോട്ടോർ ക്ഷമത എന്ന് വെച്ചാൽ ഇങ്ങനെ ചലിപ്പിക്കാനൊക്കെ ഉള്ള ക്ഷമത, അല്ലെങ്കിൽ ശരീരത്തിന് പേശികൾക്ക് വലിയ തോതിലുള്ള വേദന, ആക്സിഡന്റ് മൂലമോ മറ്റോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അംഗവൈകല്യങ്ങൾ, ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്നത്, ആ രീതിയിൽ അതിന്റെ തെറാപ്പി നടത്തുന്നത് ഫിസിയോതെറാപ്പിസ്റ്റുകളാണ്. അപ്പൊ ഫിസിയോതെറാപ്പി വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ വലിയ തോതിലുള്ള അവസരമുള്ളതാണ്. സ്പോർട്സ് മേഖലയിൽ വർക്ക് ചെയ്യാം, സ്പോർട്സ് ടീമുകളിൽ വർക്ക് ചെയ്യാം, നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയിട്ട് ജോലി ചെയ്യാനുള്ള വലിയ തോതിലുള്ള അവസരം ഈ കോഴ്സ് പഠിച്ച ധാരാളം ആൾക്കാർക്കുണ്ട്. പിന്നെ പുതിയ കാല കോഴ്സുകളിൽ ഞാൻ വളരെ പെട്ടെന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോകാം. കോഴ്സുകൾ ഓരോന്ന് ഡിഫൈൻ ചെയ്ത് പറയുമ്പോൾ അതിന് കുറേ സമയം എടുക്കും. പിന്നെ നമുക്ക് വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. പിന്നെ സംശയം ഉണ്ടെങ്കിൽ അവസാനം നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഈ സെഷന് ശേഷം അതിന്റെ ഇടയിൽ മെസ്സേജ് ആകുമ്പോൾ നമുക്കത് പറയാൻ പെട്ടെന്ന് കഴിയില്ലല്ലോ. മെഡിക്കൽ ഫിസിസ്റ്റ് ഇപ്പൊ നമ്മൾ ഈ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നത്, ക്യാൻസർ രോഗ ചികിത്സയിലൊക്കെ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നത് മെഡിക്കൽ ഫിസിക്സ് പഠിച്ച ആൾക്കാരാണ്. മെഡിക്കൽ ഫിസിക്സിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ അവൈലബിൾ ആണ്. BSc MSc കോഴ്സുകൾ അവൈലബിൾ ആണ്. മെഡിക്കൽ ബയോകെമിസ്ട്രി, മെഡിക്കൽ ലാബുകളിൽ ജോലി ചെയ്യാനാണ് മെഡിക്കൽ ബയോകെമിസ്ട്രി പഠിച്ച ആളുകൾ കൂടുതലായിട്ടും അവർ മെഡിക്കൽ ലാബുകളിലാണ് അവരുടെ ജോലി കണ്ടെത്തുന്നത്. മെഡിക്കൽ ബയോകെമിസ്റ്റുകളാണ് അവർ. മെഡിക്കൽ ലാബുകളിൽ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ, ക്ലിനിക്കൽ റിസർച്ച് നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെയാണ് അവർക്ക് ജോബ് കിട്ടുന്നത്. വൈറോളജി ഒരു പുതിയ കാലത്തെ ട്രെൻഡാണ്. ഈ COVID-19 ഔട്ട്ബ്രേക്ക് വന്നതിന് ശേഷം ധാരാളം പഠനങ്ങൾ നടക്കുന്നത് ഈ വൈറോളജി ബേസ് ചെയ്തിട്ടാണ്. വൈറോളജി ലാബുകളിലാണ് ഇപ്പൊ നമ്മുടെ ഈ സ്വാബ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത്തരം രോഗം ബാധിച്ച ആളുകളുടെയോ അല്ലെങ്കിൽ COVID-19 പോസിറ്റീവ് ആയോ എന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് ഈ വൈറോളജി ലാബുകളിലാണ്. അപ്പൊ വൈറോളജിസ്റ്റുകളുടെ തൊട്ടു മുമ്പ് നിപ്പ വന്നപ്പോഴൊക്കെ നിപ്പ കേരളത്തിൽ ഉണ്ടായ സമയത്തും വൈറോളജി ലാബിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ വലിയ ചർച്ചയുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ ഒരു വൈറോളജി ലാബ് നമ്മൾ ആലപ്പുഴയിൽ തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. ഏറ്റവും നല്ല വൈറോളജി ലാബ് സൗത്ത് ഇന്ത്യയിലുള്ളത് മണിപ്പാലിലാണ്. അപ്പൊ അങ്ങനെ വൈറോളജി ലാബുകളിൽ വൈറോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ആ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന സയന്റിസ്റ്റ് കേഡറിലേക്കൊക്കെ വരാനുള്ള അവസരമൊക്കെ വൈറോളജിയിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ പഠിച്ച ആളുകൾക്ക് ലഭ്യമാണ്. ഒരു ബയോളജിക്കൽ പഠനമാണ്, ഒരു സുവോളജിയോടൊക്കെയുള്ള താല്പര്യം നമ്മൾ വളരെ നന്നായിട്ട് കാണിക്കണം. അങ്ങനത്തെ ആളുകൾക്കാണ് ഈ മേഖലയിൽ വലിയ അവസരമുള്ളത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച ആളുകൾക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടല്ലോ, BSc സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അതിന് +2 ബയോളജി പഠിക്കണമെന്ന് നിർബന്ധമില്ല. മാത്സ് പഠിച്ചാലും ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടും. എന്ന് വെച്ചാൽ BPharm, BASLP ഈ 2 കോഴ്സുകൾക്ക് +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും അഡ്മിഷൻ കിട്ടും. ബാക്കി പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ ബയോളജിയാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത്. പിന്നെ നീറ്റ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ റാങ്കിൽ
ഒരു മെച്ചപ്പെട്ട റാങ്കിലൊക്കെ വരാതിരിക്കുകയും MBBS BDS BMS BHMS കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ പാരാമെഡിക്കൽ കോഴ്സിനോട് വലിയ താല്പര്യം കാണിക്കും. അപ്പം പാരാമെഡിക്കൽ കോഴ്സിനോട് താല്പര്യം കാണിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ, പുതിയ കാലത്തെ കോഴ്സുകൾ, ജോലി കിട്ടുന്ന കോഴ്സുകൾ, ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും വലിയ തോതിൽ അവസരമുള്ള കോഴ്സുകൾ, പിന്നെ പുതിയ കാലത്ത് ഒരു ട്രെൻഡായിട്ട് പറയാവുന്ന കോഴ്സുകൾ, അടുത്ത കുറെ നാളത്തേക്കെങ്കിലും വലിയ രീതിയിൽ പഠനാവസരങ്ങളും തൊഴിലവസരങ്ങളും നൽകുന്ന മേഖല എന്ന രീതിയിലൊക്കെ പാരാമെഡിക്കലിനെ തെറാപ്പി ഈ ദൈനംദിന പ്രശ്നങ്ങളുള്ള ജീവിത പ്രശ്നങ്ങളുള്ള ആളുകളെയൊക്കെ അവരുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ വൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും, ന്യൂറോ വൈകല്യങ്ങൾ, മനോവൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പൊ അവരുടെ മനോവൈകല്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരെ നിത്യജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ദൈനംദിന അവരുടെ ജോലികൾ ചെയ്യാൻ അവരെ സഹായിക്കുന്ന, മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ സഹായിക്കുന്ന ആൾക്കാരാണ് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്. പിന്നെയുള്ളത് ഡയാലിസിസ് ടെക്നോളജിയാണ്. ഈ ഡയാലിസിസ് ടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് യൂണിറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ഇന്നത്തെ വൃക്കരോഗികളുടെയൊക്കെ എണ്ണം കൂടുതലാവുന്നതുകൊണ്ട് അതൊരു ജീവിത ശൈലി പിന്നെ രോഗങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡയാലിസിസ് ടെക്നോളജി പഠിച്ച ആളുകൾക്ക് ആ മേഖലയിൽ ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. ന്യൂക്ലിയർ മെഡിസിൻ ഈ തൈറോയിഡ് പോലെയുള്ള രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ന്യൂക്ലിയർ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ കീഴിലൊക്കെ ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചിട്ട് അതിന്റെ ടെക്നീഷ്യനായിട്ട് നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി, അത് സത്യത്തിൽ ഒരു ഹ്യൂമാനിറ്റീസ് മേഖലയാണ്, ആർട്സ് മേഖലയാണ്, പക്ഷെ അതിനൊരു പാരാമെഡിക്കൽ ബാക്കപ്പ് ഉണ്ട് ആ കോഴ്സിന്. ഈ കോഴ്സ് പഠിച്ചാൽ, ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചാൽ നമുക്ക് സൈക്കോ തെറാപ്പിസ്റ്റ് ആയിട്ടോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടോ ഹോസ്പിറ്റലിലോ മറ്റ് സ്ഥാപനങ്ങളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു നല്ല പ്രധാനപ്പെട്ട കോഴ്സാണ്. പിന്നെ ന്യൂറോ ടെക്നോളജി, ഒരു ന്യൂറോ സയൻസ് പഠിച്ച ന്യൂറോളജി പഠിച്ച ഡോക്ടറുടെ കീഴിലോ അല്ലെങ്കിൽ ന്യൂറോളജി ഉള്ള ഹോസ്പിറ്റൽസിലോ, ന്യൂറോളജി ചികിത്സാ സംവിധാനമുള്ള ഹോസ്പിറ്റലിലോ ഒക്കെ ജോലി ചെയ്യാനുള്ള അവസരമാണ് ന്യൂറോ ടെക്നോളജി പഠിച്ച ആളുകൾക്കുള്ളത്. ഈ മേഖലയിൽ പുതിയ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മേഖലയിൽ വലിയ തോതിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹ്യൂമൻ ജെനറ്റിക്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജി, ഈ മേഖലയിൽ വലിയ തോതിലുള്ള ഗവേഷണങ്ങൾ നടക്കാൻ നല്ല ഉറപ്പായ സാധ്യതയുള്ളതിനാൽ BSc ജെനറ്റിക്സ്, MSc ജെനറ്റിക്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജിയിൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ജെനറ്റിക്സിൽ ഗ്രാജുവേഷൻ, ഇതൊക്കെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. റെസ്പിറേറ്ററി ടെക്നോളജി എന്ന് വെച്ചാൽ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗചികിത്സാ രംഗത്താണ് റെസ്പിറേറ്ററി ടെക്നോളജി പഠിച്ച ടെക്നീഷ്യൻസ് ഒക്കെ ജോലി ചെയ്യുന്നത്. അപ്പൊ റെസ്പിറേറ്ററി ടെക്നോളജി BSc കോഴ്സായിട്ട് അവൈലബിൾ ആണ്. കാർഡിയോ വാസ്കുലർ ടെക്നോളജി, ഹൃദയ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് ഈ ടെക്നീഷ്യൻസ് ജോലി ചെയ്യുന്നത്. അതിന്റെ ശസ്ത്രക്രിയയുടെ മുമ്പും ശേഷവും നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നീഷ്യൻസ് ആണ്. ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് കാർഡിയോ വാസ്കുലർ ടെക്നോളജി പഠിച്ചിട്ട്. ബയോ ഇൻഫർമാറ്റിക്സ്, ബയോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ്. ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ മേഖലയിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പഠിക്കുന്നവർക്ക് ഉയർന്ന തൊഴിൽ സാധ്യതയുണ്ട്. ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് രോഗാവസ്ഥയിലായാലും രോഗമില്ലാത്ത അവസ്ഥയിലായാലും. ഇപ്പൊ ഈ കൊറോണ ഔട്ട്ബ്രേക്ക്, COVID-19 ഔട്ട്ബ്രേക്ക് വന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഏത് ഭക്ഷണം കഴിക്കണം എന്ന നിർദ്ദേശമൊക്കെ വന്നത് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് പഠിച്ച ആളുകളിൽ നിന്നാണ്. ഡയറ്റീഷ്യൻസോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റുകളാണ്. അതിൽ BSc കോഴ്സുകളുണ്ട്, MSc കോഴ്സുകളുണ്ട്. ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ഡോക്ടറെ അസിസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ആ കോഴ്സ്, ഫിസിഷ്യൻ അസിസ്റ്റന്റ്. വിദേശ രാജ്യങ്ങളിലൊക്കെ എന്താ പറയാ, ഫണ്ടമെന്റൽ ഡയഗ്നോസ്റ്റിക്സ് ഒക്കെ നടത്തുന്നത് ഫിസിഷ്യൻ അസിസ്റ്റന്റ് കോഴ്സ് പഠിച്ച ആളുകൾ തന്നെയാണ്. ഈ മേഖലയിൽ BSc കോഴ്സ് ഒക്കെ ഉണ്ട്, ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഒക്കെ. നല്ല രസമുള്ള ഒരു കോഴ്സായിട്ടാണ് പൊതുവെ ഡോക്ടേഴ്സ് ഇതിനെ കുറിച്ച് പറയാറുള്ളത്. ഡോക്ടറുടെ അഭാവത്തിൽ കേസ് ഹിസ്റ്ററി എഴുതുന്നതും ഡോക്ടറുടെ തിരക്ക് മൂലം ആ കേസ് ഹിസ്റ്ററി എഴുതുന്നതും ഒക്കെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് കുറെ പറയണം, ഞാൻ 10-15 മിനിറ്റിന്റെ പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വേഗത്തിൽ പറയുന്നു എന്നുള്ളതാണ്. ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ബ്ലഡ് ബാങ്കുകളിൽ ജോലി ചെയ്യാം. ബ്ലഡ് ബാങ്ക് ടെക്നോളജി പഠിച്ചിട്ട് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യാം ബ്ലഡ് ബാങ്കുകളിൽ. എൻഡോസ്കോപ്പി ടെക്നോളജി, എൻഡോസ്കോപ്പി, ഹോസ്പിറ്റലിലൊക്കെ എൻഡോസ്കോപ്പി ഉണ്ട്. ഈ വയറിന് അസുഖം വന്നാലൊക്കെയാണ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോൾ എൻഡോസ്കോപ്പി ടെക്നീഷ്യൻസ് ആയിട്ട് ജോലി ചെയ്യാൻ എൻഡോസ്കോപ്പി ടെക്നോളജി ഉണ്ട്. എമർജൻസി മെഡിസിൻ ഒരു പ്രധാനപ്പെട്ട മെഡിക്കൽ ശാഖയാണ് പുതിയ കാലഘട്ടത്തില്. ആ മേഖലയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന കോഴ്സാണ് എമർജൻസി മെഡിസിൻ ടെക്നോളജി. കാഷ്വാലിറ്റിക്കായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടി വരിക. പെർഫ്യൂഷൻ ടെക്നോളജി, ഹൃദയ ശസ്ത്രക്രിയ രംഗവുമായി ബന്ധപ്പെട്ട മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പെർഫ്യൂഷനിസ്റ്റുകൾ ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യാം.
അനസ്തേഷ്യ കൊടുക്കാം. അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് വേറെ തന്നെയുണ്ട്, BSc അനസ്തേഷ്യ ടെക്നോളജി. സൈറ്റോ ടെക്നോളജി ഉണ്ട്. ഈ കോശങ്ങളുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട പഠന മേഖലയാണ് സൈറ്റോ ടെക്നോളജി. സ്റ്റെറൈൽ ടെക്നോളജി, ഇപ്പൊ നമ്മൾ ഈ സ്റ്റെറിലൈസേഷനൊക്കെ ഒരു കാലഘട്ടമാണ്. നമ്മളിപ്പം സാനിറ്റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു, എല്ലാം സാനിറ്റൈസ് ചെയ്യുന്നു. അപ്പൊ ഹോസ്പിറ്റലിലുള്ള സർജിക്കൽ ഉപകരണങ്ങളും മറ്റ് എക്യുപ്മെന്റ്സും ലാബ് എക്യുപ്മെന്റ്സും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് എന്താണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്ന സ്റ്റെറൈൽ ടെക്നോളജി. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജിയും ഉണ്ട്, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയും ഉണ്ട്. മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജിയും ഇമേജിംഗ് ടെക്നോളജിയും ഒക്കെ ഡയഗ്നോസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ആ മേഖലയിലെ ഡോക്ടേഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കാം, ടെക്നീഷ്യൻസ് ആയിട്ട് നല്ല സാധ്യതയുള്ള മേഖലയാണ്. ക്ലിനിക്കൽ റിസർച്ച്, നേരത്തെ പറഞ്ഞ നഴ്സിംഗ്, ഫാർമസി അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ചതിന് ശേഷം ക്ലിനിക്കൽ റിസർച്ചിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെയുള്ള ഒരു പഠന മേഖലയാവാം. പിന്നെ പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റ് പുതിയ കാലത്തെ ഒരു പഠന മേഖലയാണ്. ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ, പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റ് ഒക്കെ പാരാമെഡിക്കൽ ശാഖയിലെ അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിലെ പുതിയ കാല ട്രെൻഡുകളാണ്. ആ മേഖലയിലൊക്കെ വലിയ തോതിലുള്ള അവസരങ്ങൾ കാണുകയാണ്. ജെറന്റോളജി അല്ലെങ്കിൽ ജെറിയാട്രിക് കെയർ, ഈ മേഖലയിലൊക്കെ അന്യ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ കോഴ്സുകൾ കാണുന്നുണ്ട്. ഈ വൃദ്ധരെയൊക്കെ വയോജനങ്ങളെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്ന മേഖലയിൽ അവരെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവരെ കെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്ന ആണ് ജെറന്റോളജി ഒക്കെ പഠിച്ച, ജെറിയാട്രിക് കെയർ ഒക്കെ പഠിച്ച ആൾക്കാർ. സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ഇപ്പം അടുത്ത കാലത്ത് വലിയ തോതിൽ ആവശ്യമുള്ള കാര്യമായിട്ട് പറയുന്നുണ്ട്. ആളുകൾക്ക് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദമുണ്ട്. അത് വിദ്യാർത്ഥികൾക്കായാലും വ്യത്യസ്തമായിട്ടുള്ള തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കായാലും ഒക്കെ വലിയ ഉയർന്ന തോതിലുള്ള ഒരു സൈക്യാട്രിക് കെയറോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ കെയറോ ഒക്കെ ആവശ്യം വന്നിരിക്കുകയാണ്. അപ്പൊ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസ് ആണ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് പഠിച്ചിരിക്കുന്ന ആൾക്കാർ. ഇനി എപ്പിഡമിയോളജി അല്ലെങ്കിൽ ഡെമോഗ്രഫി, ഈ മേഖലയിൽ പുതിയ പഠനങ്ങൾ നടക്കുന്നു. പോപ്പുലേഷൻ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട മേഖല നമ്മൾ വലിയ തോതിൽ സാധ്യത പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയായിട്ട് പറയുകയാണ്. ഈ മേഖലയിലും പുതിയ തോതിലുള്ള അവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡയബറ്റിക് എഡ്യൂക്കേറ്റർ, നമ്മുടെ നാട്ടിൽ ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ആളുകൾ ഡയബറ്റിക് ആവുന്നു, അല്ലെങ്കിൽ അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവുന്നു, പിന്നെ ബ്ലഡ് പ്രഷർ ഉണ്ടാവുന്നു, അങ്ങനെയുള്ള കുറെ അസുഖങ്ങളുണ്ട് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുവരും. അപ്പൊ അതിൽ ഡയബറ്റിക് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ഡയബറ്റിക് എഡ്യൂക്കേറ്റേഴ്സ് ഈ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ഡയബറ്റിക് ആവുന്ന ആളുകൾക്ക് അത് വരുന്നതിന് മുമ്പ് ഇനി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിന്റെ ആഹാര രീതികളും മരുന്നും അതിന്റെ ജീവിതം ക്രമീകരിക്കേണ്ട രീതിയും ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ഡയബറ്റിക് എഡ്യൂക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ആ മേഖലയിൽ നല്ല തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സായിട്ട് അതിനെ പറയാനായിട്ട് കഴിയും. ഇങ്ങനെ നമ്മളിപ്പോ ഏകദേശം 40-ലധികം പാരാമെഡിക്കൽ കോഴ്സസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കോഴ്സുകൾ പാരാമെഡിക്കൽ മാത്രമേ നമ്മൾ ഇന്ന് പറയുന്നുള്ളൂ. MBBS-ഉം BDS-ഉം അങ്ങനെയുള്ള മെഡിക്കൽ കോഴ്സുകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. ഇനി ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു മേഖലയാണ് അലൈഡ് സയൻസ് എന്ന് പറഞ്ഞൊരു മേഖല. അലൈഡ് സയൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, മെഡിക്കൽ ബയോകെമിസ്ട്രി ഇങ്ങനെയുള്ള കോഴ്സുകളും പാരാമെഡിക്കൽ കോഴ്സിനൊപ്പം ചേർത്ത് പറയേണ്ട അലൈഡ് സയൻസ്, അലൈഡ് ഹെൽത്ത് സയൻസ് 2 വിഭാഗങ്ങളാണ്. ഈ മേഖലയിൽ വലിയ തോതിലുള്ള ഉയർന്ന തോതിലുള്ള തൊഴിലവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലായാലും ഇന്ത്യയിലായാലും ഇവിടെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഒക്കെ വൻതോതിലുള്ള അവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പഠിക്കാനുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം താരതമ്യേന കേരളത്തിൽ കുറവാകുന്നതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പഠനം തെരഞ്ഞെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അവിടുത്തെ ബന്ധപ്പെട്ട കൗൺസിലുകൾ അംഗീകരിച്ച യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള, ഇനിയിപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റികളോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളോ ആണെങ്കിൽ ആ ക്യാമ്പസിൽ തന്നെ പഠിക്കാം. അതിന് ബന്ധപ്പെട്ട അതോറിറ്റിയുടെയോ അഫിലിയേഷൻ ബോഡിയുടെയോ അക്രഡിറ്റഡ് ബോഡിയുടെയോ ഒക്കെ അഫിലിയേഷൻ ഉണ്ടാവും. അപ്പൊ പിന്നെ ആ മേഖലയിൽ പഠനം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠനം +2-ന് പൂർത്തീകരിച്ച ആളുകൾക്കാണ് ഈ മേഖലയിൽ വലിയ തോതിലുള്ള അവസരമുള്ളത്. നമ്മൾ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം മറ്റു മേഖലകളും വളരുന്നുണ്ട്. ഇപ്പം IT റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയൊക്കെ വളരുന്നുണ്ട്. അതൊക്കെ വളരുമ്പോഴും ആരോഗ്യ സംരക്ഷണ മേഖല ലോകത്തെ ഏറ്റവും ഗ്രോത്ത് ഉള്ള, ഏറ്റവും വളർച്ചാ സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയാണ്. ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും കോഴ്സുകളെ സംബന്ധിച്ച് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പുതിയ കാല കോഴ്സുകൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഫിസിഷ്യൻ അസിസ്റ്റന്റ്, മെഡിക്കൽ ഫിസിക്സ്, മെഡിക്കൽ ബയോകെമിസ്ട്രി, മെഡിക്കൽ മൈക്രോബയോളജി, മെഡിക്കൽ വൈറോളജി, ഒക്യുപേഷണൽ തെറാപ്പി, ഡയാലിസിസ് ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ, ന്യൂറോ ടെക്നോളജി, ഹ്യൂമൻ ഫിസിയോളജി അല്ലെങ്കിൽ ഹ്യൂമൻ ജെനറ്റിക്സ്, റെസ്പിറേറ്ററി ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ബ്ലഡ് ബാങ്ക് ടെക്നോളജി, എൻഡോസ്കോപ്പി ടെക്നോളജി, എമർജൻസി മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ചില സ്ഥാപനങ്ങളിൽ കാർഡിയാക് പെർഫ്യൂഷൻ ടെക്നോളജി, ഡയബറ്റിക് എഡ്യൂക്കേറ്റർ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, സൈറ്റോ ടെക്നോളജി, സ്റ്റെറൈൽ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജി, ക്ലിനിക്കൽ റിസർച്ച്, പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ജെറന്റോളജി അല്ലെങ്കിൽ ജെറിയാട്രിക് കെയർ,
സൈക്കാട്രിക് സോഷ്യൽ വർക്ക്, ഡെമോഗ്രഫി ഓർ എപ്പിഡമിയോളജി. പിന്നെ നമ്മൾ പഴയകാല കോഴ്സുകളുടെ ഗണത്തിൽ എല്ലാ കാലത്തും നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകളായിട്ടുള്ള നഴ്സിംഗ്, മെഡിക്കൽ ലാബ് ടെക്നോളജി, ഫിസിയോതെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി അല്ലെങ്കിൽ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഒപ്റ്റോമെട്രി, ഫാർമസി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പഠന മേഖലകളാണ് പാരാമെഡിക്കലിലെ. ഇത് തന്നെ നമ്മളിങ്ങനെ മൊത്തത്തിൽ എണ്ണുന്ന സമയത്ത് 40-ലധികം സ്പെഷ്യലൈസേഷനായി ആ മേഖലയിൽ നല്ല രീതിയിലുള്ള ഉപരിപഠനം ബിരുദ തലത്തിലും ബിരുദാനന്തര ബിരുദ പഠന തലത്തിലും ഒക്കെ തിരഞ്ഞെടുക്കാം. ഈ മേഖലയിൽ ഡിപ്ലോമ കോഴ്സുകളും അവൈലബിൾ ആണ്. +2 മാർക്ക് പ്രകാരം നേരിട്ട് അഡ്മിഷൻ ഉണ്ട്. അതിൽ ഈ ഫാർമസി കോഴ്സിന് മാത്രം കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക്, ഫാർമസി കോഴ്സിന് മാത്രം എഞ്ചിനീയറിംഗ് കോഴ്സിന് എഴുതുന്ന എൻട്രൻസ് പരീക്ഷയുടെ മാർക്ക് പ്രകാരമാണ് അഡ്മിഷൻ ഉണ്ടാവുക കേരളത്തിൽ. കേരളത്തിന് പുറത്തൊക്കെ നേരിട്ടുള്ള അഡ്മിഷൻ തന്നെ നേടിയെടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിപ്പം എന്റെ ഒരു 10 മിനിറ്റ് എന്റെ ടെക്നിക്കൽ എറർ കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. എന്നാലും ഞാൻ പറയാൻ വിചാരിച്ച എല്ലാ കോഴ്സുകളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് പാരാമെഡിക്കൽ കോഴ്സുകൾ മാത്രം പറയണം എന്നാണ് വിചാരിച്ചത്, അല്ലാതെ +2 കഴിഞ്ഞിട്ട് പഠിക്കാവുന്ന എല്ലാ കോഴ്സുകളെ സംബന്ധിച്ചുമല്ല. അങ്ങനെ ഒരു സെഷൻ നമ്മൾ ലാസ്റ്റ് വീക്കിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പാരാമെഡിക്കൽ കോഴ്സുകളും മെഡിക്കൽ കോഴ്സുകളും മാത്രമേ ഉള്ളൂ. ഇത് സംബന്ധമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ഞാൻ അതിനുള്ള മറുപടി പറയും. അതിനുശേഷം നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ജഹാന ഷെറിൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്ലീസ് ഗീവ് ദി ആൻസർ ടു മൈ ക്വസ്റ്റ്യൻസ് പ്ലീസ്. എന്താണ് ക്വസ്റ്റ്യൻ? പറഞ്ഞില്ലല്ലോ. എന്താണ് ചോദ്യം ചോദിക്കണ്ടേ? നിങ്ങൾക്ക് എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്? പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്ക് ശേഷം ഈസ് ദർ എനി കോളേജ് ഇൻ കേരള ഫോർ BSc ഡയാലിസിസ്? മെഡിക്കൽ കോളേജുകളിലൊക്കെയാണ് BSc ഡയാലിസിസ് ടെക്നോളജി ഉള്ളത്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ. ഇതിന് എൻട്രൻസ് എഴുതണോ? എൻട്രൻസ് എഴുതണ്ട. +2 മാർക്ക് പ്രകാരം അഡ്മിഷനാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതിന്റെ അടിസ്ഥാനത്തിൽ. അബൌട്ട് ബയോടെക്നോളജി. ബയോടെക്നോളജി നല്ല കോഴ്സാണ്, ഗവേഷണ സാധ്യതയുള്ള കോഴ്സാണ്. ആ മേഖലയിൽ നല്ല ഉപരിപഠനം നടത്താം. ആ മേഖലയിൽ പുതിയ കാലത്തെ പഠനങ്ങൾ നടത്താം. BSc, MSc അങ്ങനെ പഠനം പൂർത്തീകരിക്കാം. ബയോടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബിടെക് ബയോടെക്നോളജി ഉണ്ട്. ബിടെക് ബയോടെക്നോളജി അതിന്റെ സാങ്കേതികമായിട്ടുള്ള മേഖലയാണ്. സാങ്കേതികമായിട്ടുള്ള മേഖലയിലാണ് പഠനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. BSc ഒപ്റ്റോമെട്രിക്ക് എൻട്രൻസ് എഴുതണ്ട. +2 മാർക്ക് പ്രകാരം നേരിട്ട് അഡ്മിഷൻ. മാനേജ്മെന്റ് സീറ്റും മെറിറ്റ് സീറ്റും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഫിസിയോതെറാപ്പി കോഴ്സ് എടുക്കാൻ ബെസ്റ്റ് കോളേജ് ഏതാണ്? കേരളത്തിലാണോ കേരളത്തിന് പുറത്താണോ? കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ മൈസൂരിൽ JSS ഉണ്ട്, ഏനപ്പോയ മെഡിക്കൽ കോളേജ് ഉണ്ട്, മംഗലാപുരത്ത് അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല സ്ഥാപനങ്ങളാണ്. പ്ലീസ് ഷെയർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് BSc ഒപ്റ്റോമെട്രി. ഒപ്റ്റോമെട്രിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാം. നല്ലൊരു പാരാമെഡിക്കൽ കോഴ്സാണ്. വിദേശ രാജ്യങ്ങളിൽ തന്നെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. പിന്നെ ഡിസ്അഡ്വാൻറ്റേജ് അങ്ങനെ കാര്യമായിട്ട് പറയാനില്ലെങ്കിലും അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ കൂടുതൽ ശമ്പളമുള്ള ഒരു ജോബ് കിട്ടുന്നത് വിദേശ രാജ്യങ്ങളിലാണ് എന്ന ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അത്രമാത്രമല്ല, അല്ലാതെ അതിന് ജോബ് കിട്ടുന്നതും കിട്ടാത്തതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും. മാക്സിമം എത്ര മാർക്ക് വേണം BSc നഴ്സിംഗ് എടുക്കുമ്പോൾ? BSc നഴ്സിംഗ് എടുക്കുമ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനാണെങ്കിൽ ഒരു 90 above മാർക്ക് വേണം. അല്ലാത്ത സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ അത്ര 90% താഴെ മാർക്ക് ഉണ്ടെങ്കിലും അഡ്മിഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് പഠിക്കാൻ ആകെ 50% മാർക്ക് ഉണ്ടാവണം എന്നേ പറയുന്നുള്ളൂ. യോഗ്യത എലിജിബിലിറ്റി 50% ഉണ്ടാവണം എന്നേ പറയുന്നുള്ളൂ. BA SLP കോഴ്സിന് ലക്ഷദ്വീപ് കോട്ട അവൈലബിൾ ആണ്. ലക്ഷദ്വീപ് കോട്ട അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ ഈ ഇവിടുത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് ലക്ഷദ്വീപ് കോട്ടയുള്ളത്. ഇത് പാരാമെഡിക്കൽ കോഴ്സ് പ്രൈവറ്റ് കോളേജസിലാണ്. അപ്പൊ അതിന് അങ്ങനെ സ്പെഷ്യൽ കോട്ടയൊന്നുമില്ല. മെറിറ്റ് സീറ്റ്, മാനേജ്മെന്റ് സീറ്റ്, അങ്ങനെ 2 കോട്ടയേ ഉള്ളൂ. ഈസ് ദർ എനി കോളേജ് ഇൻ കോഴിക്കോട് ഓഫേഴ്സ് BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി? ആ മെഡിക്കൽ കോളേജ് പഠിപ്പിക്കുന്നുണ്ട് BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. വിച്ച് ആർ ദ ഗവൺമെന്റ് കോളേജസ് ഇൻ കേരള ഫോർ BPT? ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിലെ കോളേജുകളിലേ ഉള്ളൂ. പിന്നെ സ്വകാര്യ കോളേജുകൾ ധാരാളം ഉണ്ട്. കോഴിക്കോട് തന്നെ 2 കോളേജ് ഉണ്ട്. താഴോട്ട് തെക്കൻ കേരളത്തിൽ 6-ലധികം കോളേജസ് ഉണ്ട്. അങ്ങനെ. ഇപ്പോൾ കാർഡിയോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, കാർഡിയോളജി ടെക്നോളജി, പിന്നെ കാർഡിയ കെയർ ടെക്നോളജി, അങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാർഡിയോളജി എന്ന് പറയുന്നത് MBBS കഴിഞ്ഞിട്ട് പഠിക്കാവുന്ന ഒരു PG കോഴ്സോ ഡിപ്ലോമ കോഴ്സോ ഒക്കെയാണ് കാർഡിയോളജി. അതല്ലാതെ ഞാൻ പറയുന്നത് നമ്മളെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഗണത്തിൽ വരുന്നതാണ്. അത് കാർഡിയോ വാസ്കുലർ ടെക്നോളജി. ഈസ് ദർ എനി എൻട്രൻസ് എക്സാം ഫോർ BSc ഒപ്റ്റോമെട്രി? BSc ഒപ്റ്റോമെട്രിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എൻട്രൻസ് പരീക്ഷയൊന്നുമില്ല. മാർക്ക് പ്രകാരം അഡ്മിഷൻ. അബൌട്ട് ബയോമെഡിക്കൽ കോളേജസ് ആൻഡ് റിലേറ്റഡ് ഗുഡ് കോളേജസ് ഇൻ ഇന്ത്യ. അബൌട്ട് ബയോമെഡിക്കൽ കോളേജസ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണോ ഉദ്ദേശിച്ചത്? ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രത്യേക ഒരു മേഖല തന്നെയാണ്. ഹോസ്പിറ്റലിലുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ്, ലാബ് എക്യുപ്മെന്റ്സ്, അതിന്റെയൊക്കെ നിർമ്മാണവും പ്ലാനിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പഠനമാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. അത് വേറെ തന്നെയാണ്.
ഒപ്റ്റോമെട്രി കോഴ്സ് ഉള്ള നല്ല കോളേജസ് ഒരുപാട് കോളേജ് ഉണ്ട്. ഇപ്പൊ കോഴിക്കോടൊക്കെ അല്ലേ, കോഴിക്കോട് ഇപ്പം പിന്നെ എന്താണ് അൽസലാമ കോളേജ് ഉണ്ട്, പിന്നെ കേരളത്തിന് പുറത്ത് ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട്, അവിടെയൊക്കെ പഠിക്കാം. പിന്നെ അൽസലാമ കോളേജിൽ പെരിന്തൽമണ്ണയിലുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരിലുണ്ട് അവർക്ക്, പിന്നെ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഉണ്ട്, അങ്കമാലിയിലുണ്ട്. അതൊക്കെ നല്ല ഒപ്റ്റോമെട്രി കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് നഴ്സിംഗ് കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജ് കോഴിക്കോടുള്ള, കോട്ടയത്തുള്ള, തിരുവനന്തപുരത്തൊക്കെയുള്ള നഴ്സിംഗ് കോളേജുകൾ. ക്യാൻസർ ബയോളജി ആ മേഖലയിൽ കുറച്ചുകൂടി മെഡിക്കൽ ഫിസിക്സ് ആണ് ഉള്ളത്. പിന്നെ ഈ വൈറോളജി പഠനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ മെഡിക്കൽ ഫിസിക്സ് പഠിച്ച ആളുകളാണ് ഈ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നത്. സൈക്കോളജി കേരള ബെസ്റ്റ് കോളേജ് ഏതാണ്? ഫറൂഖ് കോളേജിലുണ്ട്, ദേവഗിരി കോളേജിലുണ്ട്, പെൺകുട്ടിയാണെങ്കിൽ പ്രൊവിഡൻസ് കോളേജിലുണ്ട്. അബൌട്ട് CVT കാർഡിയോവാസ്കുലർ ടെക്നോളജി ഞാൻ പറഞ്ഞല്ലോ, കാർഡിയോവാസ്കുലർ ടെക്നോളജി നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സാണ്. 4 വർഷം പഠിക്കണം, പിന്നെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4-4.5 വർഷം കൊണ്ട് പഠനം പൂർത്തീകരിക്കാം. താരതമ്യേന കുറച്ച് ചെലവേറിയ പഠനമാണ്, എന്നാലും ജോബ് ഓപ്പർച്യൂണിറ്റി. BSc ഒപ്റ്റോമെട്രി എത്ര ഇയർ കോഴ്സാണ്? BSc ഒപ്റ്റോമെട്രി പിന്നെ 3 വർഷത്തെ കോഴ്സും നമ്മൾ അതിന്റെ ഇന്റേൺഷിപ്പും 3 വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. 4.5 വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. 4.5 വർഷം 4 ഇയർ കോഴ്സാണ്. 4 വർഷം പഠിക്കണം, പിന്നെ 6 മാസം ഇന്റേൺഷിപ്പ്. സ്കോപ്പ് ഓഫ് ഫിസിയോതെറാപ്പി, ഫിസിയോതെറാപ്പിക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ ജോലിയുണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ ജോലിയുണ്ട്, കമ്പനി എന്താണ് സ്പോർട്സ് ടീമുകളിൽ ജോലി കിട്ടും, സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതിനൊക്കെ കഴിയും. വിച്ച് ഈസ് ദ ബെസ്റ്റ് ബിഫാം കോളേജ് ഇൻ കേരള? ഗവൺമെന്റ് ഫാർമസി കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജസിലൊക്കെയുള്ള. നിങ്ങൾ ഈ ബെസ്റ്റ് എന്ന് ചോദിക്കുമ്പോഴേ അവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാർക്കിനനുസൃതമായിട്ടാണ് അഡ്മിഷൻ. ആ ഒരു ചോദ്യം ഒരു സുഖമില്ലാത്ത ചോദ്യം. ബെസ്റ്റ് സർ എൻട്രൻസ് വേണോ BPT കോഴ്സിന്? വേണ്ട. ഈസ് BSc ഓർ BTech ഇൻ ബയോടെക്നോളജി ഈസ് മോർ ഗുഡ്? BTech ബയോടെക്നോളജി പഠിച്ചാൽ ആ മേഖലയിലെ എഞ്ചിനീയറിംഗ് സൈഡിലാണ് ജോലി കിട്ടുന്നത്. അതേസമയം BSc ബയോടെക്നോളജി പഠിച്ചാൽ ആ മേഖലയിലെ ഗവേഷണങ്ങളിൽ BSc ബയോടെക്നോളജി, MSc ബയോടെക്നോളജി അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ആ മേഖലയിലെ ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാം. ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഫ്യൂച്ചറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ആ മേഖലയിലൊക്കെയാണ് ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട, അലൈഡ് ഹെൽത്ത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് പുതിയ പഠനങ്ങളൊക്കെ നടക്കുന്നത്. കാലിക്കറ്റിൽ ബിഫാം കോളേജസ് എവിടെയാണ് ഉള്ളത്? കാലിക്കറ്റിൽ ബിഫാം കോളേജസ് ഉള്ളത് നമുക്കിതാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫാർമസി കോളേജ് ഉണ്ട്, പിന്നെ ഫാർമസി ഉള്ളത് JDTയുടെ ഫാർമസി കോളേജ് ഉണ്ട്, KMCTയുടെ ഫാർമസി കോളേജ് ഉണ്ട്, അവിടെയൊക്കെ ബിഫാം ഉണ്ട്. വിച്ച് എമംഗ് ഗവൺമെന്റ് കോളേജ് ഇൻ കേരള ഓഫറിംഗ് BSc ഒപ്റ്റോമെട്രി? BSc ഒപ്റ്റോമെട്രി നമുക്ക് ഗവൺമെന്റിലുള്ളത്, നമ്മളെ ഗവൺമെന്റ് സീറ്റ് ഉള്ളത്, ഗവൺമെന്റ് കോട്ട സീറ്റ് ഉള്ളത് കേരള ഹെൽത്ത് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജ് ഉള്ളത് ഗവൺമെന്റിലല്ല, പ്രൈവറ്റ് കോളേജാണ്. നമ്മളെ പെരിന്തൽമണ്ണ അൽസലാമ കോളേജിലാണ്. BSc അഗ്രികൾച്ചർ നല്ല കോഴ്സാണ്. BSc അഗ്രികൾച്ചർ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ പറഞ്ഞതാണ് വെബിനാറിൽ. അഗ്രികൾച്ചർ മേഖല നന്നായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ മേഖലയിലെ ഗവേഷണം വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പൊ ആ മേഖലയിൽ വളരെ ഉയർന്ന രീതിയിലുള്ള അവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ. BSc അഗ്രികൾച്ചർ കഴിഞ്ഞ് MSc അഗ്രികൾച്ചർ ഒക്കെ പഠിച്ചിട്ട് വേണം ആ മേഖലയിൽ ജോലി ചെയ്യാൻ. സർ സെക്കൻഡ് ഇയറിന്റെ മാർക്കാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. കേൾക്കാമോ? സെക്കൻഡ് ഇയറിന്റെ മാർക്ക്. അപ്പൊ സെക്കൻഡ് ഇയറിന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും. പാരാമെഡിക്കൽ കോഴ്സിന് എത്ര % മാർക്ക് വേണം കിട്ടണമെങ്കിൽ? എത്ര മാർക്ക് വേണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഓരോ വർഷം അപേക്ഷിക്കുന്ന കുട്ടികളുടെ മാർക്ക്. അപേക്ഷിക്കാൻ 50% മാർക്ക് മതി. പിന്നെ താരതമ്യേന കിട്ടുന്നത് ഒരു 85% മേലെ മാർക്കുള്ളവർക്കാണ് മെറിറ്റ് സീറ്റ് ഒക്കെ കിട്ടുന്നത്. എബൌട്ട് പാരാമെഡിക്കൽ കോഴ്സ് ഇൻ ജംബർ ആണോ അല്ലെ ജിപ്മർ ആണോ ഉദ്ദേശിച്ചത്? ജിപ്മർ ഉണ്ട്, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്. ജിപ്മറിലുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അവർക്ക് പ്രത്യേക അപേക്ഷയുണ്ട്, എന്നിട്ട് അവർ പ്രത്യേക പരീക്ഷ നടത്തും, എന്നിട്ടാണ് അഡ്മിഷൻ. അനസ്തേഷ്യ ഗവൺമെന്റ് കോളേജ് ഉണ്ടോ? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഒപ്റ്റോമെട്രി പഠിക്കാൻ ഗവൺമെന്റ് അഡ്മിഷൻ കിട്ടാൻ എത്ര മാർക്ക് വേണം? ഒരു 85% 90% മാർക്ക് വേണ്ട, എന്നാൽ മെറിറ്റ് കിട്ടും. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എത്ര മാർക്ക് വേണം പാരാമെഡിക്കലിന്? ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എത്ര മാർക്ക് വേണം പാരാമെഡിക്കലിന് ചോദിച്ചാൽ 50% മാർക്കാണ് മുന ഫാത്തിമ ആണ് ചോദിച്ചത്. മുന ഫാത്തിമ അഡ്മിഷൻ കിട്ടാൻ എത്ര മാർക്ക് വേണം നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഈ വർഷം എത്ര കുട്ടികൾ അപേക്ഷിക്കുന്നു, അവര് എത്ര മാർക്കുള്ളവരാണ് നമുക്ക് ഗസ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഓരോ വർഷം ഓരോ ട്രെൻഡ് ഉണ്ടാവാറില്ലേ. അപേക്ഷിക്കാൻ 50%, പിന്നെ താരതമ്യേന കിട്ടുന്നത് ഒരു 85% മേലെ മാർക്കുള്ള ആളുകൾക്കാണ് മെറിറ്റ് സീറ്റ് ഒക്കെ കിട്ടുന്നത്.
ജനറ്റിക് എഞ്ചിനീയറിംഗ് കോഴ്സിന് ചാൻസസ് ഉണ്ട്, നന്നായിട്ട് ചാൻസ് ഉണ്ട്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് ആ മേഖലയിൽ നല്ല ഉയർന്ന ജോലിയിലൊക്കെ വരാൻ കഴിയും കേട്ടോ. നല്ല സാധ്യതയുള്ളതാണ്. ജനറ്റിക്സിൽ BSc പഠിക്കാം, MSc പഠിക്കാം, MBBS കഴിഞ്ഞിട്ട് ജനറ്റിക്സ് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ജനറ്റിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ആ മേഖലയിലെ നല്ല ടെക്നീഷ്യൻ ആവാം, എഞ്ചിനീയർ ആവാം, അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. മിനിമം മാർക്ക് ഫോർ BPT ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊന്നും അത് ഒരു ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. ചോദ്യം ഒരു സുഖമല്ല എന്ന് വെച്ചാൽ മിനിമം മാർക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ആവറേജ് നമുക്കൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ കിട്ടാൻ ഒരു 90% മേലെ മാർക്ക് വേണ്ടി വരും. സാലറി ഓഫ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ എബവ് ലാക്സ് ആണ് ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ സാലറി. പിന്നെ ഇന്ത്യൻ കോൺസെപ്റ്റിൽ ഇതിങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ താരതമ്യേന കേരളത്തിൽ ഏതാ ബെസ്റ്റ് കോളേജ്? മെഡിക്കൽ കോളേജുകൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ. ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജിയിൽ ഡിപ്ലോമ പഠിച്ചാലും ജോലി കിട്ടും. ഡയാലിസിസ് യൂണിറ്റുകളിലോ ബ്ലഡ് ബാങ്കുകളിലോ ഒക്കെ ജോലി കിട്ടും. ഫിസിയോതെറാപ്പി ഗവൺമെന്റ് കോളേജ് ഇൻ കേരള, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ. ഈസ് ദർ എനി കോളേജ് ഫോർ റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് കേരള? റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുണ്ട്, BSc റേഡിയോളജി. ഫിസിയോതെറാപ്പി എൻട്രൻസ് ഉണ്ടോ? മിനിമം മാർക്സ് എത്രയാണ്? ഫിസിയോതെറാപ്പിക്ക് എൻട്രൻസ് ഇല്ല. കാർഡിയോവാസ്കുലർ ടെക്നോളജി 12th മാർക്ക് ബേസ്ഡ് ആണോ അല്ലെങ്കിൽ എൻട്രൻസ് ഉണ്ടോ? എൻട്രൻസ് ഇല്ല, +2 മാർക്കാണ്. ഞാൻ ഈ പറഞ്ഞ പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ ഇനി അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. ഈ പറയപ്പെട്ടിരിക്കുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ മെറിറ്റ് സീറ്റും മാനേജ്മെന്റ് സീറ്റും ഉണ്ട്. അതിൽ നമ്മൾ എൻട്രൻസ് ഉള്ളത് ചില സ്ഥാപനങ്ങൾക്ക്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ജിപ്മർ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂര്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എൻട്രൻസ് ഉള്ളത്. അതല്ലാത്തതിലൊക്കെ പിന്നെ കേരളത്തിലൊക്കെ മാർക്ക് പ്രകാരമാണ് അഡ്മിഷൻ. പിന്നെ എത്ര മാർക്ക് വേണം ചോദിച്ചാൽ മെറിറ്റിലൊക്കെ കേരളത്തിൽ കിട്ടാൻ 90% മേലെ മാർക്ക് വേണം. പിന്നെ മാനേജ്മെന്റ് സീറ്റിന് എത്ര മാർക്ക് വേണം ചോദിച്ചാൽ അങ്ങനെ കൃത്യമായ മാർക്കില്ല. പിന്നെ കേരളത്തിന് പുറത്ത് മാനേജ്മെന്റ് സീറ്റ് കിട്ടാൻ എത്ര മാർക്ക് വേണം ചോദിച്ചാൽ അതൊരു 50% ക്വാളിഫയിങ് മാർക്ക് ഉണ്ടെങ്കിൽ, 70% മാർക്കൊക്കെ ഉള്ള അതിന്റെ മേലോട്ടൊക്കെ ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. ബെസ്റ്റ് കോളേജ് ഫോർ BPharm ഇൻ ബാംഗ്ലൂർ ആൻഡ് കേരള. ബാംഗ്ലൂരിലും കേരളത്തിലൊക്കെ ആയിട്ട് ധാരാളം കോളേജസ് ഉണ്ട്, പിന്നെ നല്ല കോളേജസ്. ആ കോളേജിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് എജുസോൺ അയച്ചു തരും. ജംഷീദ് സാർ അതൊന്ന് അയച്ചു കൊടുക്കണേ. ബെസ്റ്റ് കോളേജ് ഫോർ BPharm ഇൻ ബാംഗ്ലൂർ ആൻഡ് കേരള. ബാംഗ്ലൂരിലെ കോളേജ് അവർക്ക് അയച്ചു കൊടുക്കും. സെനീമാണ് ചോദിച്ചത്, സെനീം. അബൌട്ട് പാരാമെഡിക്കൽ കോഴ്സ് ഇൻ ജിപ്മറിലെ പാരാമെഡിക്കൽ കോഴ്സ് നല്ലതാണ്, നല്ല ഡിമാൻഡ് ഉള്ളതാണ്. അവിടുത്തെ പ്ലേസ്മെന്റ് ഒക്കെ നടക്കാറുണ്ട് കമ്പനികളിലേക്കൊക്കെ. എൻട്രൻസ് എഴുതി അവർക്കൊരു പ്രത്യേക പരീക്ഷയുണ്ട്, അത് എഴുതിയിട്ട് കിട്ടണം. പിന്നെ മാർക്കൊക്കെ നോക്കും. ഫാർമസിസ്റ്റ് കോഴ്സ് ഓപ്പർച്യൂണിറ്റി, ഫാർമസി നല്ലതാണ്, ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാം, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റും. അഡ്മിഷൻ നേരിട്ടുള്ള അഡ്മിഷനാണ്, ഡയറക്റ്റ് അഡ്മിഷൻ. കേരളത്തിലല്ല, കേരളത്തിൽ പുറത്ത് ഞാൻ ഡയറക്റ്റ് അഡ്മിഷൻ പറഞ്ഞത്. കേരളത്തിൽ നേരിട്ടല്ല, കേരളത്തിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ കേരള കീം പരീക്ഷയുടെ ഒന്നാമത്തെ പേപ്പർ എഴുതിയാൽ, ഫിസിക്സ് കെമിസ്ട്രി പേപ്പർ എഴുതിയിട്ട് അതിന്റെ മാർക്ക് പ്രകാരം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് കേരള എൻട്രൻസ് കമ്മീഷണർ ആണ് ഫാർമസി കോഴ്സിന് അഡ്മിഷൻ നൽകുന്നത്. പിന്നെ ഫാർമസിസ്റ്റ് എന്ന BPharm ആണ് ഞാൻ ഉദ്ദേശിച്ചത്. DPharm വേറെ ഉണ്ട്. DPharmന് പിന്നെ മാർക്ക് പ്രകാരം തന്നെയാണ് അഡ്മിഷൻ. രണ്ടും 2 അഡ്മിഷൻ സ്ട്രീമാണ്. സർ അബൌട്ട് BSc അഗ്രികൾച്ചർ ഈ സ്കോപ്പ്ഫുൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അഭിജിത്ത് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു, നേരത്തെ ഞാൻ പറഞ്ഞു. നേരത്തെ BSc അഗ്രികൾച്ചർ ആരോ ചോദിച്ചിരുന്നു, ആ സമയത്ത് ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞിരുന്നു. അഗ്രികൾച്ചറിന് ഭയങ്കര സാധ്യത വരുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. വെൻ വി സ്റ്റഡി +2 കമ്പ്യൂട്ടർ സയൻസ് ക്യാൻ വി ടേക്ക് പാരാമെഡിക്കൽ വിച്ച് കോഴ്സ് പ്ലീസ് സേ? എന്താണ് +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ ഏത് പാരാമെഡിക്കൽ കോഴ്സ് എടുക്കും? BASLP, ജഹാന ഷെറിനാണ് BASLP. ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. രണ്ടാമത്തത് ബാച്ചലർ ഓഫ് ഫാർമസി. ഈ 2 കോഴ്സുകളും പഠിക്കാം. അബൌട്ട് അനസ്തേഷ്യ ടെക്നോളജി, അനസ്തേഷ്യ ടെക്നീഷ്യൻ ആവാം, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാം. ഒരു അനസ്തേഷ്യസ്റ്റിന്റെ കൂടെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാവും ഹോസ്പിറ്റലിൽ. ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ BPharmന് എങ്ങനെയാണ് കിട്ടുക? കീമിന്റെ റാങ്ക് എങ്ങനെയാണ്? കീമിന്റെ റാങ്കിൽ 2 റാങ്കാണല്ലോ, ഫാർമസി റാങ്ക് വേറെ, ഇത് വേറെ എന്നുള്ളതാണ്. ഫാർമസി റാങ്കിന്റെ 1000-നകത്ത് വരുന്നവരാണ് കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും കൂടെ BPharmന് വരുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ 500-ന്റെ ഒക്കെ ഉള്ളിലാണ് കുട്ടികൾ കോഴിക്കോടും കോട്ടയത്തും തിരുവനന്തപുരത്തൊക്കെ വന്നിരിക്കുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗ് സ്കോപ്പ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ്, എനി കോഴ്സ് കോളേജ് ഇൻ കേരള. ജനറ്റിക് സയൻസ് ഉണ്ട് കേരളത്തിൽ, ജനറ്റിക് എഞ്ചിനീയറിംഗ് കേരളത്തിന് പുറത്തൊക്കെ ഉള്ളത്, നല്ലതാണ്. കോശങ്ങളെ കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ട് രോഗാവസ്ഥ എങ്ങനെ ഉണ്ടാവുന്നു, ജനിതക വൈകല്യങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു, ജനിതക രോഗങ്ങൾക്കെതിരെയുള്ള പ്രിപ്പറേഷൻ എങ്ങനെ എടുക്കാം, ആ മേഖലയിലുള്ള ഗവേഷണങ്ങളും ഒക്കെ സഹായിക്കുന്ന
ഗവേഷണങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസും എഞ്ചിനീയേഴ്സും ആണ് ജനറ്റിക് എഞ്ചിനീയേഴ്സ്. ഒപ്റ്റോമെട്രിക്ക് നവ്യലക്ഷ്മിക്ക് ഒപ്റ്റോമെട്രി കുറെ സമയമായിട്ട് ചോദിക്കുന്നു തോന്നുന്നുണ്ട്. ഒപ്റ്റോമെട്രി നല്ല കോഴ്സാണ്, നവ്യ ധൈര്യമായിട്ട് പഠിക്കാം. പിന്നെ അതിന് എത്ര മാർക്ക് കിട്ടണം ചോദിച്ചാൽ നവ്യ ഒരു കാര്യം ചെയ്യും, +2 റിസൾട്ട് വന്നതിന് ശേഷം എന്റെ നമ്പറിൽ ഒരു മെസ്സേജ് അയക്കും എത്ര മാർക്ക് ഉണ്ട്, അപ്പൊ ആ മാർക്ക് വെച്ച് കിട്ടൂല എന്ന് പറഞ്ഞുതരാം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഗവൺമെന്റ് സീറ്റിൽ കിട്ടാൻ 90% മേലെ വേണം. ഇതല്ലാത്ത മാനേജ്മെന്റ് സീറ്റ് കൊടുത്ത് പഠിപ്പിക്കുന്ന ധാരാളം സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. അവിടെ മാർക്ക് ഒരു പ്രോബ്ലം അല്ല, മാർക്ക് ഇഷ്ടം പോലെ എത്ര മാർക്ക് കുറഞ്ഞാലും അവിടെ മാനേജ്മെന്റ് സീറ്റ് കിട്ടും താരതമ്യേന. കേരളത്തിൽ ഗവൺമെന്റ് അല്ലാതെ നല്ല നഴ്സിംഗ് കോളേജ് ഉണ്ടോ? ഗവൺമെന്റ് അല്ലാതെ ഒരുപാട് നല്ല നഴ്സിംഗ് കോളേജ് ഉണ്ട്. ഇപ്പൊ കോഴിക്കോട് മിംസ് ഉണ്ട്, ബേബി ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് കോളേജ് ഉണ്ട്, നിർമ്മല ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് കോളേജ് ഉണ്ട്, അങ്ങനെ പിന്നെ ലിറ്റിൽ ഫ്ലവറിന്റെ അങ്കമാലിയിലുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അഡ്മിഷൻ ഫോർ കാർഡിയോളജി ഇൻ മെഡിക്കൽ കോളേജ്, നേരിട്ടുള്ള അഡ്മിഷൻ +2 മാർക്ക് പ്രകാരം നിങ്ങളുടെ +2 മാർക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് +2 മാർക്ക് പ്രകാരം നേരിട്ട് അപേക്ഷിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ബെസ്റ്റ് പ്രൈവറ്റ് കോളേജ് ഫോർ BSc നഴ്സിംഗ് കാലിക്കറ്റ്, മിംസ് നല്ലതാണ്, പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് കോളേജ് നല്ലതാണ്, നാഷണൽ ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് കോളേജ് നല്ലതാണ്. BSc ആണോ ഡിപ്ലോമ ആണോ നല്ലത്? എപ്പോഴും BSc ആണ് നല്ലത്. BSc ആകുമ്പോൾ നമുക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടാവും, പിന്നെ ആ ഡിഗ്രി പ്രകാരമുള്ള എല്ലാ ജോലിയിലേക്കും പോകാൻ പറ്റും, പിന്നെ നല്ല ഹയർ എഡ്യൂക്കേഷൻ നടത്താം, ജോലിക്ക് തന്നെ കുറച്ചുകൂടെ ഉയർന്ന മേഖലയിൽ ജോലി ചെയ്യാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും ഡിപ്ലോമയേക്കാൾ നല്ലത് ഡിഗ്രിയാണ്. എന്നാലേ അവിടുത്തെ ടെസ്റ്റുകളൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അവിടുത്തെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും ഓരോ രാജ്യങ്ങൾക്കും മെഡിക്കൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട്. അത് എഴുതണമെങ്കിൽ BSc വേണം. ഹൗ ടു അപ്ലൈ ഫോർ പാരാമെഡിക്കൽ കോഴ്സ് ഇൻ ഗവൺമെന്റ് കോളേജ്, ഞാൻ പറഞ്ഞല്ലോ +2 മാർക്ക് പ്രകാരം നേരിട്ടുള്ള അഡ്മിഷനാണ്. +2 മാർക്ക് പ്രകാരം നേരിട്ട് അഡ്മിഷൻ, അപേക്ഷ വിളിക്കും. അപ്പൊ നമ്മൾ +2 മാർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം അപേക്ഷിക്കാൻ. കേരളത്തിൽ അതിന്റെ അതോറിറ്റി അഡ്മിഷൻ നടത്തുന്ന ഏജൻസി LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. BSc റേഡിയേഷൻ ടെക്നോളജി സ്കോപ്പ് എന്താണ്? നല്ലതാണ്. റേഡിയേഷൻ ടെക്നോളജി, റേഡിയോളജിക്കൽ ടെക്നോളജി ഉണ്ട്, പിന്നെ റേഡിയോളജിക്കൽ ടെക്നോളജി, എക്സ്റേ സ്കാനിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് പഠിച്ച ആളുകൾ ജോലി ചെയ്യുന്നത്. നല്ല ജോലി സാധ്യതയാണ്. പെർഫ്യൂഷൻ ടെക്നോളജി സ്കോപ്പ് ആൻഡ് ചാൻസസ്, ഹയർ സ്റ്റഡി ഓഫ് ദിസ് കോഴ്സ്, തമന്ന പർവീൻ. പെർഫ്യൂഷൻ ടെക്നോളജി നല്ല സാധ്യതയുണ്ട്, പക്ഷെ വിദേശ രാജ്യങ്ങളിലാണ് അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടെ കൂടുതൽ. ഇന്ത്യൻ ഓപ്പർച്യൂണിറ്റിയിൽ ഈ ഓപ്പൺ ഹാർട്ട് സർജറി പോലത്തെ വലിയ ഉയർന്ന സർജറികളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഇത്തരം ടെക്നീഷ്യൻസിന്റെ ഒക്കെ സഹായം ഉറപ്പുവരുത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ അതിന്റെ ഹയർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിന്റെ PG പഠിക്കാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാം, അതൊക്കെ പറ്റും. ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇതുമായിട്ട് ചേർത്ത് പറയേണ്ട ഒരു കോഴ്സാണ്. അപ്പൊ അങ്ങനെ പഠിക്കാം. BSc വൈറോളജി ഗുഡ് കോളേജ്. ഇപ്പൊ BSc വൈറോളജിയിൽ ഇപ്പം അടുത്ത കാലത്തായിട്ട് BVOC എന്ന് പറഞ്ഞ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ BVOC വൈറോളജി പറ്റും, BSc വൈറോളജി പറ്റും. കേരളത്തിലില്ല, കേരളത്തിന് പുറത്താണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. വിച്ച് കോഴ്സ് ഈസ് ഗുഡ് ഫോർ ബോയ്സ്, MLT ഓർ റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി? ഇത് 3 ബോയ്സിന് പറ്റും എന്നുള്ളതാണ്. എന്നാലും റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ആൺകുട്ടികൾക്ക് കുറച്ചുകൂടെ നന്നാവും. മുഹമ്മദ് സുഹൈൽ, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. എന്താണ് ആൻസർ പ്ലീസ്? തമന്ന പർവീന്റെ ആൻസർ പ്ലീസ് എന്താണ്? When we study physics, maths, chemistry in +2, can we take? When we study physics, maths, chemistry in +2, +2 പഠിക്കുന്ന സമയത്ത് can we study ഫിസിക്സ്, ബയോളജി വേണം. പെട്ടെന്ന് കണക്ഷൻ പോയി. ബയോളജി പഠിക്കണം, ബയോളജി പഠിച്ചാലേ പറ്റുള്ളൂ. BPT ഗവൺമെന്റ് കോളേജസ് അറിയാൻ LBS പ്രോസ്പെക്ടസ് ആണോ നോക്കേണ്ടത്? BPT ഗവൺമെന്റ് കോളേജസ് അറിയാൻ LBS പ്രോസ്പെക്ടസ് ആണോ നോക്കേണ്ടത് എന്നുള്ളതാണ്. അതെ, LBSന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ കോളേജിന്റെ ലിസ്റ്റ് കിട്ടും. നേരത്തെ ചോദിച്ച ചോദ്യം ഒന്ന്, ജഹാനേശ്വറിന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഇത് പഠിച്ചാൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് പഠിക്കുകയാണെങ്കിൽ +2 ക്യാൻ വി ടേക്ക് ലബോറട്ടറി ടെക്നിക്സ് എടുക്കാം എന്നുള്ളതാണ് കേട്ടോ. ശബ്ദം പെട്ടെന്ന് പോയതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചാൽ എടുക്കാം.
CVT പഠിക്കാൻ എവിടെയൊക്കെയാണ് കോളേജ്? കാർഡിയോവാസ്കുലർ ടെക്നോളജി മെഡിക്കൽ കോളേജുകളുണ്ട്, പിന്നെ കേരളത്തിന് പുറത്തുള്ള കോളേജ് ഉണ്ട്. ഇനി ആ ഒരു ചോദ്യം അയക്കല്ലേ, കാരണം ഈ പറഞ്ഞത് തന്നെ വീണ്ടും വരുന്നുണ്ട്, ചോദിച്ച തന്നെ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം മതി, ഞാനിപ്പോ വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയട്ടെ. സർ, കാലിക്കറ്റിന് പുറത്ത് ബിഫാമിന് നല്ല കോളേജസ് ഏതൊക്കെയാണ്? കാലിക്കറ്റിന് പുറത്ത് ബിഫാമിന് നല്ല കോളേജസ് ഏതൊക്കെയാണ്? കാലിക്കറ്റിന് പുറത്ത് ബിഫാമിന് എന്താണ്, ഇപ്പം അൽഷിഫ കോളേജ് ഉണ്ട് പെരിന്തൽമണ്ണ, അങ്ങനെ കുറെ പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. പിന്നെ കേരളത്തിന് പുറത്തുണ്ട് നല്ല കോളേജസ്, കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ട്. എത്ര പെർസെന്റേജ് വേണം ബിഫാമിന്? 50%? 50% തന്നെയാണോ? എത്ര വേണം ബിഫാമിന്? 50%. 50% മതി. അഡ്മിഷന് 50% മതി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ അപേക്ഷിക്കുന്ന ആളുകളുടെ മാർക്ക് മെറിറ്റിലാണെങ്കിൽ അവരുടെ മാർക്കിനനുസരിച്ചാണ് പിന്നെ കിട്ടുക. ഫിഷറീസ് നല്ല കോഴ്സാണ്, ഫിഷറീസിൽ ഡിഗ്രി PG അങ്ങനെയൊക്കെ പഠിക്കാം, നല്ല ജോലി സാധ്യതയുണ്ട്. BSc അഗ്രികൾച്ചർ കിട്ടാൻ നീറ്റ് എൻട്രൻസ് എഴുതണം, നീറ്റ് പരീക്ഷ എഴുതണം. കോളേജസ് ഓഫറിംഗ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇൻ കേരള. കോളേജസ് ഓഫറിംഗ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് കേരളത്തിൽ ഇല്ല. എഞ്ചിനീയറിംഗ് അത് പഠിപ്പിക്കുന്ന കോളേജസ് ഇല്ല എന്നുള്ളതാണ്. ടു സ്റ്റഡി ലബോറട്ടറി ടെക്നിക്സ് +2 വിച്ച് സബ്ജക്ട്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റഡിങ് ഇൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് സെക്ടർ ഫോർ പാരാമെഡിക്കൽ കോഴ്സ്? ഒരു വ്യത്യാസമില്ല. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാകുമ്പോൾ കുറച്ച് കൂടുതൽ ഫീസ് കൊടുക്കണം എന്നത് മാത്രമേ. നഴ്സിംഗ് ബോയ്സിന് സ്കോപ്പ് ഉണ്ടോ? നല്ല സ്കോപ്പ് ഉണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല അവസരങ്ങൾ ഉള്ളതാണ് നഴ്സിംഗ്. MLT ഉള്ള കോളേജ് എവിടെയൊക്കെ? MLT ഉള്ള കോളേജ് എവിടെയൊക്കെയാണ്? MLT ഉള്ള കോളേജ്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ MLT ഉണ്ട്, മെഡിക്കൽ ലാബ് ടെക്നോളജി പഠിപ്പിക്കുന്ന കോളേജസ് ഉണ്ട്. BSc ഒപ്റ്റോമെട്രിക്ക് ഇപ്പോൾ കേരളത്തിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? BSc ഒപ്റ്റോമെട്രിക്ക് നല്ല സാധ്യതയുണ്ട്. സ്വന്തമായിട്ട് ജോലി ചെയ്യാം, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാം, സ്വന്തമായിട്ട് ഒപ്റ്റോമെട്രി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതിനൊക്കെ പറ്റും. അലൈഡ് സയൻസ് കോളേജ് എവിടെയൊക്കെയാണുള്ളത്? ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഫിസിയോതെറാപ്പി നല്ലതാണ്. BASLP എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, സംസാര ശ്രവണ വൈകല്യമുള്ള ആളുകളുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട മേഖല. ഫിസിയോതെറാപ്പിക്കൊക്കെ നല്ല സാലറി ഉണ്ട്. +2 മാർക്ക് ബേസ് ചെയ്തിട്ടാണ് LBSൽ സെലക്ഷൻ, LBSന്റെ കീഴിൽ. റിസർച്ച് ഓറിയന്റഡ് പാരാമെഡിക്കൽ കോഴ്സ്. റിസർച്ച് ഓറിയന്റഡ് പാരാമെഡിക്കൽ കോഴ്സ് ആണ് ഫാർമസി, മെഡിക്കൽ ലാബ് ടെക്നോളജി, വൈറോളജി, അതൊക്കെ. മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് മിലിറ്ററി നേരിട്ട് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ പൂനെയിലാണ് പഠിപ്പിക്കുക. അങ്ങോട്ട് നേരിട്ട് അപേക്ഷ ക്ഷണിക്കും. ഒരു പ്രത്യേക എൻട്രൻസ് ഉണ്ട്, അത് എഴുതണം. പാരാമെഡിക്കൽസിന് അപേക്ഷിക്കാൻ ഏജ് ലിമിറ്റ് ഇല്ല. BSc അഗ്രികൾച്ചർ കോളേജ് 4 എണ്ണമാണ് കേരളത്തിലുള്ളത്: കാസർഗോഡ്, വയനാട്, തൃശ്ശൂര്, തിരുവനന്തപുരം. പാരാമെഡിക്കലിൽ ഏതാണ് ഏറ്റവും നല്ല കോഴ്സ്? ഞാനിപ്പം പറഞ്ഞിരിക്കുന്ന കോഴ്സുകളൊക്കെ അല്ലേ 10-40 എണ്ണം, അതൊക്കെ നല്ലതാണ് അഭിജിത്തെ. നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിന് നമുക്ക് പഠിക്കാനുള്ള താല്പര്യത്തിനനുസരിച്ചിരിക്കും. +2 മാർക്ക് മാത്രമാണോ കൺസിഡർ ചെയ്യുന്നത്, ഓർ കമ്പൈൻഡ് +1 ആൻഡ് +2? അത് കേരളത്തിന് പുറത്ത് ചില സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ 2 എണ്ണം നോക്കുന്നുണ്ട്. ചിലത് +2ന്റെ സെക്കൻഡ് ഇയർ മാർക്ക് മാത്രം, അതിന്റെ പെർസെന്റേജ്. കാലിക്കറ്റ് ഏതൊക്കെ പാരാമെഡിക്കൽ കോഴ്സസ് ആണ് ഉള്ളത്? കാലിക്കറ്റ് ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്, ഒരുപാട് നല്ല സ്ഥാപനങ്ങളുണ്ട്. വിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഈസ് ബെസ്റ്റ് ഇൻ കാലിക്കറ്റ്? ഞാൻ പറഞ്ഞല്ലോ, കുറെ പറഞ്ഞതല്ലേ. കോളേജസ് ഓഫറിംഗ് ഫാംഡി മെഡിക്കൽ കോളേജിലുണ്ട്, പിന്നെ കുറെ സ്വകാര്യ ഫാർമസി കോളേജസിലുണ്ട്. ഇപ്പോൾ അൽഷിഫ കോളേജിൽ, KMCTയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഹൗ മച്ച് പെർസെന്റേജ് ഷുഡ് ബി ദെയർ ഇൻ +2 ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ ഗവൺമെന്റ് കോളേജ്? ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഏത് കോഴ്സിനാണ്? വിച്ച് പാരാമെഡിക്കൽ കോഴ്സസ് ബെസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള? ഞാൻ ഇത്രയും സമയം പറഞ്ഞതൊക്കെ ജോലി സാധ്യത ഉള്ളതാണ്. ഡിപ്ലോമ ഇൻ റേഡിയോളജി നല്ലതാണ്, പഠിച്ചാൽ ജോലി കിട്ടും. CVTക്ക് സ്കോപ്പ് ഉണ്ടോ? പഠിക്കാൻ ടഫാണോ, എസ്പെഷ്യലി ഫോർ ഗേൾസ്? CVTക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ നല്ല സ്കോപ്പ് ഉണ്ട്. കാർഡിയോവാസ്കുലർ ടെക്നോളജി. അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജി നല്ലതാണ്. BSc റേഡിയോളജി, റേഡിയേഷൻ റിസ്ക് ഉണ്ടോ? അതൊക്കെ പ്രിവെന്റ് ചെയ്തിട്ടുള്ള അതിന്റെ വസ്ത്രധാരണം ഒക്കെ നടത്തിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. വിച്ച് കോളേജ് യു പ്രിഫർ ഫോർ ഒപ്റ്റോമെട്രി ഇൻ എറണാകുളം? ലിറ്റിൽ ഫ്ലവർ കോളേജ് ഉണ്ട് എറണാകുളത്ത്, അങ്കമാലി LF, അത് നല്ലതാണ്. തൽക്കാലം ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയൽ അവസാനിപ്പിക്കുകയാണ്. കുറേ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു, പിന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ജസ്റ്റ് ഒന്നും കൂടി നോക്കട്ടെ, ഏതെങ്കിലും ഉത്തരം പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ബിഫാമിനെ കുറിച്ച് പറഞ്ഞു,
+2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ പാരാമെഡിക്കൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, ഫാർമസി ഒക്കെ പറ്റും, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പറ്റും. അനസ്തേഷ്യ ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞു. ബെസ്റ്റ് കോളേജ് ഫാർമസി അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെറിലൈസിംഗ് ടെക്നോളജി കേരളത്തിൽ പഠിപ്പിക്കുന്ന, കേരളത്തിൽ ഡിപ്ലോമ മാത്രമേ ഉള്ളൂ, ഡിഗ്രി ഒക്കെ കേരളത്തിന് പുറത്തൊക്കെ ഉണ്ട്, നല്ലതാണ്. അഗ്രി കോളേജ് കോഴിക്കോട് BSc അഗ്രി കോളേജ് ഇല്ല, അഗ്രികൾച്ചറിന് കോളേജ് ഇല്ല. +2ന്റെ മാർക്ക് പ്രകാരമല്ല അഗ്രികൾച്ചറിന് അഡ്മിഷൻ. BSc അഗ്രികൾച്ചർ കോളേജ് കോഴിക്കോട് ഇല്ല. BSc അഗ്രികൾച്ചർ കോളേജ് ഉള്ളത് പിന്നെ മണ്ണുത്തിയിലാണെന്ന്, തൃശ്ശൂരിൽ, പിന്നെ പടന്നക്കാട്, കാസർഗോഡൊക്കെയാണ്. ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ നീറ്റ് കീം ഓർ +2. മെഡിക്കലിലാണെങ്കിൽ, പാരാമെഡിക്കലിലാണെങ്കിൽ ഫാർമസിക്ക് കീമാണ്, പിന്നെ +2ന്റെ മാർക്ക് പ്രകാരം അഡ്മിഷൻ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം തോന്നുമ്പോൾ എന്റെ നമ്പർ ജിംഷി സാർ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് തരും, ആ നമ്പറിൽ വിളിക്കാം. 9048001500 എന്ന നമ്പറിൽ. എന്റെ ഒരു 10 മിനിറ്റ് ടെക്നിക്കൽ എറർ കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട്, കറക്റ്റ് 1 മണിക്കൂറായിപ്പോ, ഈ 1 മണിക്കൂറായിട്ട് നമ്മൾ പാരാമെഡിക്കൽ കോഴ്സസിനെ കുറിച്ച് മാത്രം പറയുകയാണ്. പാരാമെഡിക്കൽ കോഴ്സുകൾ, ആ മേഖലയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി, അതിനെക്കുറിച്ച് മാത്രമാണ് കഴിഞ്ഞ കുറേ സമയമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആ മേഖലയിലെ സംശയങ്ങൾ ഒക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൂടുതൽ സംശയങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. 9048001500 എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോ പിന്നെ ഈ സെമിനാർ നമുക്ക് അവസാനിപ്പിക്കാം. പാരാമെഡിക്കൽ കോഴ്സ് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും മറ്റു കോഴ്സുകളുടെ സംശയങ്ങളൊക്കെ ഉള്ള സമയത്ത് തീർച്ചയായിട്ടും വിളിക്കണം. ഈ ക്ലൈമറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ് തോന്നുന്നു ഇടയ്ക്കൊരു ടെക്നിക്കൽ എറർ സംഭവിച്ചത്. എല്ലാവർക്കും ക്ഷമ ചോദിക്കുന്നു, വെയിറ്റ് ചെയ്തതിന് നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും മധുര നിറഞ്ഞ ഭാവിയിലേക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. നന്ദി, നമസ്കാരം. ശരി, താങ്ക് യു ജെറി. എല്ലാവരോടും ഇടക്ക് ജെറി സാർ പറഞ്ഞ പോലെ ഇടയ്ക്കൊരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായി. ഞങ്ങൾ സോറി ചോദിക്കുന്നു. അപ്പം അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നമ്പേഴ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ പഠന സാധ്യതകൾ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, അഡ്മിഷൻ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് ഞങ്ങളെ ബന്ധപ്പെടാം. ഫോൺ 8156907907, www.admission.zone, www.eduzone.info, ഇമെയിൽ info@admission.zone, info@eduzone.info.